വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്ലോപ്പായി പോയൊരു വർക്കാണ് കേട്ടോ അത്. കാര്യം ഒരു 4-5 മണിക്കൂർ എടുത്താണ് ഞാൻ ഈ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തത്. ഓൾറെഡി ക്ലയൻറ്റിന് കുറേ അധികം എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ വന്നപ്പോഴാണ് കേട്ടോ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ. ആക്ച്വലി ഞാൻ ഈ ഒരു വർക്ക് അവരുടെ തന്നെ സ്പെഷ്യൽ എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ ഓക്കെ ആണോ, ഈവൻ ഞാൻ അഡ്വാൻസ് പോലും വാങ്ങിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് വർക്ക് ചെയ്തത്. ബട്ട് എന്നാൽ പോലും അവരുടെ മനസ്സിലുള്ള സാധനം ഇങ്ങോട്ട് എത്തിയില്ല എന്നെനിക്ക് തോന്നുന്നു. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഉണ്ടാക്കിയ വർക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു സംഭവം എനിക്ക് ഏതെങ്കിലും ഒന്നിൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഈ ഒരു 3 മണിക്കൂറോളം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഫുള്ള് സെറ്റ് ചെയ്യാൻ 3 മണിക്കൂറോളം എടുത്ത് ഏകദേശം ഇത് ഇങ്ങനെയായി. നല്ല റെഡ് കളർ ബീഡ്സാണ് കേട്ടോ നമ്മൾ വെച്ചത്. ഇത് ഫൈനലല്ല, ഇനി ഇതിലൊരു ലെയർ റസിനും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഗോൾഡൻ കളർ സ്റ്റോൺസും ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അവസാനം ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു, ക്ലയൻറ്റിന് ഓക്കെ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ബീഡ്സ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താ ചെയ്യുക, ഞാൻ വെച്ച ബീഡ്സ് ഭയങ്കര സങ്കടം, അല്ല എന്താ പറയുക, ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് ഇളക്കി മാറ്റിയത്. ഇളക്കി മാറ്റി വീണ്ടും അവർ പറയുന്ന ലൈക്ക് ഇത് മാറി തുടങ്ങിയപ്പോഴത്തേക്കും ഐ തോട്ട് വേണ്ട, എന്തോ എനിക്ക് ഓക്കെ അല്ല തോന്നി. ഫ്രം മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയില്ല, ഞാൻ നിങ്ങളെന്ന് അഡ്വാൻസ് വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ ആ വർക്ക് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പക്ഷേ ഇൻഷാ അല്ലാ മാഷാ അല്ലാ തീർച്ചയായിട്ടും ഈ സെയിം ഫ്രെയിം, ഈ സാധനം ഇതേപോലെ ഞാൻ വേറെ ആർക്കെങ്കിലും ചെയ്യും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരാളുടെ എക്സ്പെക്റ്റേഷൻസ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് എനിക്ക് ഇങ്ങനൊരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം ഇത്രയും നാൾ ഞാൻ ചെയ്തതിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹേർട്ട്, ഫ്രം മൈ ഹാർട്ട്, ഡീപ്പ് ഹാർട്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു വർക്കാണ്. കാര്യം എനിക്ക് ഒട്ടും വയ്യാതിരുന്നിട്ട് കൂടിയും ഞാൻ 4-5 മണിക്കൂർ ഒരേ സ്ട്രെസ്സിലിരുന്ന് ഇപ്പം എനിക്ക് ഫോട്ടോ എടുക്കാൻ വരെ ഞാനാണ് പോയത്, ഈ കോപ്പി എടുക്കാനാണെങ്കിലും. അപ്പം ഞാൻ ഒത്തിരി അലഞ്ഞ് തിരിഞ്ഞാണ് ഇതിൻ്റെ മെറ്റീരിയൽസ്, ഈവൻ ഞാൻ മോൾഡ് വരെ പുതിയത് വാങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയൊരു വർക്കാണ്. മാഷാല്ലാ തീർച്ചയായിട്ടും എനിക്ക് വർക്ക് ഇതിനേക്കാളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആൻഡ് എന്താ പറയുക, പഠിച്ചോ സഹായിച്ച് ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. സോ യെസ്, ഇപ്പോൾ ഞാനിത് അടിച്ചു പിടുത്തെങ്കിൽ നാളെ ഒരു ദിവസം, പക്ഷെ എനിക്കത് ഇളക്കണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. ഫോട്ടോ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. ലാസ്റ്റ് ഞാൻ പേരും നാളും മൂരും എല്ലാം മാറ്റി കേട്ടോ. എല്ലാം മാറ്റിയ അവസാനം ഞാൻ അവിടെ വെച്ച് ഇനി 2 days റെസ്റ്റാണ് ഗൈസ്, വേറെ ഒന്നുമല്ല, മെൻ്റലി ഐ ആം സോ ഔട്ട്. അപ്പം എനിവേ താങ്ക്സ്, ബൈ.